മനസ്സിലായി. ഇത് നമ്മൾ പൊറാട്ടും കളിയിൽ ഓരോ വേഷം വന്നു കഴിഞ്ഞാൽ അവരിനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മളൊരു മലയാളം പാട്ട് പാടാൻ പോകും. അത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. അവരുടെ ജീവചരിത്രം കഴിഞ്ഞാൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാടുന്നതാണ്. അപ്പോൾ നമ്മളൊരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പാട്ട് പാടാൻ പോകും. അങ്ങനെ പാടുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരുപാട് പാട്ടുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ ഭർത്താവിനെ പറ്റിയിട്ട് പാടുന്നത്, ഭർത്താവിനെ സ്നേഹിച്ചിട്ടുള്ള ഒരു പാട്ടാണ് പൊറാട്ടുകളിലെ ഒരു പാട്ട്. പാസം പതിഞ്ഞ കേട്ടോ, ഒന്ന് പാട്ട്. പാസം പതിഞ്ഞട രാജേ മാണിക്കേ, പാസബന്ധം എന്നോട് കാണിക്കേ, പാസം പതിഞ്ഞു പോയി പാവി നിങ്ങളാരെ വേണ്ടി, പാസം പതിഞ്ഞു പോയി പാവി നിങ്ങളാരെ വേണ്ടി, എത്ര കൊല്ലമായി രണ്ടാളും കൂടി ചേർന്ന്, എത്ര കൊല്ലമായി രണ്ടാളും കൂടി ചേർന്ന്, കോവപ്പഴ നിറമൊത്ത കിളി ചുണ്ടുകൾ കടിച്ചു തിന്നുവാനാസ ആയട, കടിച്ചു തിന്നാലും പോരാ കാന്ത നിങ്ങളെ എനിക്ക്, മടിച്ചൊന്നും കാണിക്കേണ്ട മാണിക്കല്ലേ, മനം പോലെ സുഖിക്കണം പൈകല്ലേ, രാത്രി നേരത്തിങ്കൾ വന്ന് പൂതിയോടെ എന്നെ തിന്ന്, അതിരസം കുടിച്ചു ദാഹം തീർക്കടാ, അന്ന് പറഞ്ഞുള്ള സത്യം ആയട, പാസം പതിഞ്ഞട രാജേ മാണിക്കേ, പാസബന്ധം എന്നോട് കാണിക്കേ. പാസം പതിഞ്ഞട രാജേ മാണിക്കേ അത് പറഞ്ഞാൽ നിങ്ങളെ വേണ്ടി പാസം പറയുന്നത് അറിയില്ലേ, സ്നേഹം. പാസബന്ധം എന്താണെന്ന് നീ കാണിക്കുന്ന പറയണേ. ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് പറയണേ നീ കാണിക്കും പാസബന്ധം എന്താണെന്ന് കാണിക്കും. അതാണ് പാസം പതിഞ്ഞട രാജേ മാണിക്കേ, പാസബന്ധം എന്നോടൊന്ന് കാണിക്കേ. പാസം പതിഞ്ഞു പോയി പാവി നിങ്ങളാലെ വേണ്ടിയിട്ട്, അത് പറഞ്ഞ ഭർത്താവിന് വേണ്ടിയിട്ട് ഇല്ലേ. പാസം പതിഞ്ഞ് പോയി പാവി നിങ്ങളാലെ വേണ്ടി, എത്ര കൊല്ലമായി രണ്ടാളും കൂടി ചേർന്ന്, ഒരുപാട് വർഷമായില്ലേ രണ്ടാളും കൂടി ചേർന്ന്. അതാണ് എത്ര കൊല്ലമായി രണ്ടാളും കൂടി ചേർന്ന്, കോവപ്പഴ നിറമൊത്ത കിളിച്ചുണ്ടുകൾ അത് കടിച്ചു തിന്നുവാനാസ ആയട, കോപം വന്നാലും ശരി നിന്റെ ചുണ്ട് കടിച്ചതിനെ എനിക്ക് ആശയായി എന്നാ പറയുന്നത്. രാത്രി നേരത്ത് നിങ്ങൾ വന്ന് പൂതിയോടെ എന്നെ തിന്ന്, അതല്ലേ അതിരസം കുടിച്ച് ദാഹം തീർക്കട, അന്ന് പറഞ്ഞ സത്യം ആയടാ. നേരത്തെ അവർ രണ്ടാളും കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലെങ്കിലും ഒന്നിക്കുന്നുള്ളത്. അതാണ് അന്ന് പറഞ്ഞ സത്യം ആയടാ. മനസ്സിലായില്ലേ അതിൻ്റെ അർത്ഥങ്ങൾ? അപ്പം ഈ പൊറാട്ടുകളിൽ കംപ്ലീറ്റും അർത്ഥമുള്ള വരികയാണ്.